ചീഫ് വിപ്പ് പി.സി. ജോർജിനെതിരായ നടപടിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കെ.എം. മാണി ആവർത്തിച്ചു. 8 എം.എൽ.എമാരും ഒന്നിച്ചാണ് തീരുമാനമെടുത്തതെന്നും കെ.എം. മാണി. വിശദാംശങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, പാർട്ടി ചെയർമാൻ എടുത്തൊരു തീരുമാനം അതിനപ്പുറത്തേക്ക് പോയിക്കൊണ്ട് നൽകുന്ന ഒരു ഉറപ്പ് അത് അംഗീകരിക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയാണോ കെ.എം. മാണി? പാർലമെന്ററി ബോർഡ് അംഗങ്ങളുടെ എം.എൽ.എമാരുടെ അടക്കം കൂട്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാണി ആവർത്തിക്കുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജീഷ്, പി.സി. ജോർജിനെതിരെ നടപടി വേണം, ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന പാർട്ടി നിലപാട് ആവർത്തിച്ചാണ് മാണി ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നടപടി ഉറപ്പാണെന്ന സൂചനകളോടുകൂടിയാണ് മാണി സംസാരിച്ചത്. മുഖ്യമന്ത്രി നിലവിൽ വിദേശത്ത് പോവുകയാണ്. തിരിച്ചു വരുന്ന അന്ന് തന്നെ തീരുമാനം നടപ്പിലാവണം എന്ന ആവശ്യത്തോടു കൂടിയാണ് മാണിയുടെ പ്രസ്താവന. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും ജോർജിനെ മാറ്റണമെന്ന തീരുമാനം ഏകകണ്ഠമായിരുന്നു. 8 എം.എൽ.എമാർ ഇതിൽ പങ്കെടുത്തിരുന്നു. ജോർജ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് P.J. ജോസഫ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നാണ്. എന്നാൽ P.J. ജോസഫും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തു. P.J. ജോസഫ് ഉൾപ്പെടെ 8 എം.എൽ.എമാരും പങ്കെടുത്ത കമ്മിറ്റി ഏകകണ്ഠമായാണ് ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടത്. ജോർജിനെതിരെ നടപടി ചർച്ച ചെയ്യുന്ന ഈ യോഗത്തിൽ ജോർജിനെ പങ്കെടുപ്പിക്കേണ്ട എന്നത് പൊതുവികാരമായിരുന്നു. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും ജോർജിനെ ഒഴിവാക്കണമെന്ന തീരുമാനവും ഈ സമിതിയിലെടുത്തു. തീരുമാനം മുഖ്യമന്ത്രിയെ ഞാനും P.J. ജോസഫും രേഖാമൂലം അറിയിച്ചു. കഴിഞ്ഞ 4 വർഷം UDF-ന് ശിഥിലീകരിക്കാൻ ജോർജ് നടത്തിയ പ്രസ്താവനകളുടെ ബാക്കി പത്രമാണ് നിലവിലെ നടപടി. ജോർജിനെതിരെ നടപടി വേണമെന്ന് UDF നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റി നിർത്തണമെന്നാണ് മാണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രജീഷ്, സജേഷ്, മുഖ്യമന്ത്രി ഒരു ഉറപ്പ് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹം ഔദ്യോഗിക നിലപാടുകളിലേക്കും കാര്യങ്ങളിലേക്കും പി.സി. ജോർജ് പ്രവേശിച്ചിരിക്കുന്നു. പാർട്ടി ചെയർമാൻ പറയുന്ന ഒരു കാര്യം സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് പോയി ഒരു പുതിയ പാർട്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് സെക്യുലറിലേക്ക് അടക്കം പോകാമെന്ന ഒരു മൗനസമ്മതമടക്കം മുഖ്യമന്ത്രി നൽകുന്നു. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വലിയ തോതിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പാർട്ടി സെക്യുലർ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് UDF-ൽ ഇടം നൽകിയാൽ വലിയ വെല്ലുവിളി തനിക്ക് ഉണ്ടാകുമെന്ന ബോധ്യത്തോടു കൂടിയാണോ കെ.എം. മാണി ഇങ്ങനൊരു അഭിപ്രായം നടത്തുന്നത്? അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ ദിശയെ അതിൻ്റെ ഒരു വിശകലനം ഏത് തലത്തിലായിരിക്കും നമുക്ക് കാണേണ്ടി വരിക? തീർച്ചയായും പ്രജീഷ, ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക, കേരള കോൺഗ്രസ് സെക്യുലറിനെ പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയ P.സി. ജോർജിന്റെ നീക്കങ്ങൾക്ക് തടയിടുന്ന തരത്തിൽ തന്നെയാണ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള നീക്കം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റണം, ഉന്നതാധികാര സമിതിയിൽ പങ്കെടുപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ മാത്രമാണ് കെ.എം. മാണി ഇപ്പോഴും ഉന്നയിക്കുന്നത്. മറിച്ച് ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ജോർജിന് പുതിയ പാർട്ടി രൂപീകരിക്കാൻ എളുപ്പമാവും. മറ്റ് നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതുകൂടി മുന്നിൽ കണ്ടാണ് പാർട്ടിയിൽ നിന്ന് ജോർജിനെ പുറത്താക്കണ്ട, മറിച്ച് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ മതി എന്ന തരത്തിലേക്ക് കെ.എം. മാണി ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. 8 എം.എൽ.എമാരുടെ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ഇന്ന് ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിലും UDF നേതൃത്വത്തോട് കെ.എം. മാണി ആവശ്യപ്പെട്ടിരുന്നു. ആ നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ടാണ് മാണി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ UDF നേതൃത്വവുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം P.സി. ജോർജ് പരസ്യമായി തന്നെ സജേഷ്, പക്ഷേ ഇപ്പോഴും P.സി. ജോർജ് ഒരു കാര്യത്തിൽ കടുത്ത രീതിയിൽ ഒരുപക്ഷെ വിശ്വസിക്കുന്ന കാര്യം P.സി. ജോർജ് വിഭാഗം മൗനം പാലിച്ചു. പക്ഷേ കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കെ.എം. മാണി ഒരുപക്ഷെ ഈ 8 എം.എൽ.എമാരുടെ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനം പറയുമ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പോകാത്തിടത്തോളം കാലം പല അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും കഴിയും. മാധ്യമങ്ങളോട് ജോസഫ് വിഭാഗം ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഈ 3 പേരുടെ പിന്തുണ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് P.സി. ജോർജ് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ 8 എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ട് എന്ന് അസന്നിഗ്ധമായി തന്നെ കടുത്ത നിലപാടിലൂടെ കെ.എം. മാണി പറയുമ്പോൾ അതിലെ ശരിയില്ലായ്മയും യാഥാർത്ഥ്യവും ഏത് അർത്ഥത്തിൽ വായിച്ചെടുക്കാൻ കഴിയും? പ്രജീഷ, ഇക്കാര്യത്തിൽ ജോസഫ് വിഭാഗം തങ്ങളുടെ തന്ത്രപരമായ മൗനം ഇപ്പോഴും തുടരുകയാണ്. ഒരു തരത്തിലും മനസ്സ് തുറക്കുന്നില്ല. ജോസഫ് വിഭാഗത്തിലെ നേതാക്കളാരും മാധ്യമപ്രവർത്തകരുടെ ടെലിഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ സൂചനകൾ അനുസരിച്ച് P.സി. ജോർജിനോട് മാണിക്കുള്ളത്ര നടപടി വേണമെന്ന കാര്യത്തിൽ മാണിക്കുള്ളത്ര കടുത്ത നിലപാട് P.J. ജോസഫിനില്ല. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് P.J. ജോസഫ് വിഭാഗം തയ്യാറുമല്ല. ഇക്കാര്യം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്തപ്പോഴും P.J. ജോസഫ് വിഭാഗം ഇതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തിട്ടില്ലെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ
ഇന്ന് PC ജോർജ് പുറത്തു പറഞ്ഞത് 3 MLA-മാരെങ്കിലും തനിക്കെതിരെ നടപടി വേണ്ടെന്ന് പാർലമെന്ററി പാർട്ടിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് മാണി ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ ആദ്യം മറുപടി നൽകുകയും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ മറുപടിയിൽ വ്യക്തമാക്കുന്നു 8 MLA-മാരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. PJ ജോസഫ് പങ്കെടുത്തിട്ടില്ലെന്ന PC ജോർജിന്റെ വാദം തെറ്റാണ്. PJ ജോസഫ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം താനും മുഖ്യമന്ത്രിയും കൂടി നേരിൽ കണ്ട് PC ജോർജിനെ മാറ്റണമെന്ന പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ചതാണ്. ഇത് പാർട്ടിയുടെ MLA-മാരുടെ തീരുമാനമാണ്. അത് നടപ്പിലായേ പറ്റൂ. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്ത് നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ ഈ നടപടി ഉണ്ടാകും എന്ന പാർട്ടിയുടെ നിലപാട് അംഗീകരിക്കാതിരിക്കാൻ UDF-നാകില്ല. ഇതാണ് മാണിയുടെ വാക്കുകളുടെ നിലവിലെ ചിത്രം. സജേഷ്, ഇങ്ങനെ ഒരു തീരുമാനമായി എന്തായാലും പോകുന്നു. UDF വരട്ടെ, അല്ലെങ്കിൽ UDF യോഗം ചേരട്ടെ, അതുവരെ തുടരാമെന്ന ഒരു നിലപാട് എന്തായാലും എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഡെഡ് ലൈൻ ഇട്ടുകൊണ്ടാണോ, ഒരു അന്ത്യശാസനം എന്ന നിലയിലാണോ മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ ഇതിന് PC ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഇപ്പോൾ മാണി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഒരുപക്ഷെ തീരുമാനങ്ങൾ കൊള്ളാനും അല്ലെങ്കിൽ തള്ളാനും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തമായൊരു രൂപരേഖ KM മാണി തയ്യാറാക്കിയിട്ടുണ്ടോ? UDF യോഗം ഒരുപക്ഷെ അടിയന്തരമായി ചേർന്നാലും നിലപാട് സംബന്ധിച്ച് നമുക്കൊരു ഏകദേശ ധാരണ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ KM മാണി ഒരു കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതകൾ, ആ രീതിയിലുള്ള നീക്കുപോക്കുകളൊക്കെ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്? മാണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെങ്കിലും അത് സംബന്ധിച്ച് നൽകുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കൈക്കൊള്ളാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച്? പ്രജീഷ്, മാണി ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ്. അത് മാത്രമല്ല, മാണി വിഭാഗം ഈ നിലപാട് അംഗീകരിപ്പിക്കേണ്ടതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങളുടെ നോമിനി ആയിട്ടുള്ള പുതിയ ചീഫ് വിപ്പിനെ പോലും അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇക്കാര്യം UDF-നെ അറിയിക്കുകയും ചെയ്യും. തോമസ് ഉണ്ണിയാടൻ MLA ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനാണ് മാണി വിഭാഗം MLA-മാർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരണ. ഈ പ്രാഥമികമായതിന്റെ ആലോചനകളും പൂർത്തിയായി കഴിഞ്ഞു. ഇത് PC ജോർജിനെതിരെ നടപടി വേണം എന്ന കാര്യം വളരെ കൃത്യമായി UDF നേതൃത്വത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള കൂടിയുള്ള ഒരു നീക്കമാണിത്. PC ജോർജിനെതിരെ നടപടി വേണമെന്ന ആവശ്യം മാത്രമല്ല, പുതിയ ചീഫ് വിപ്പിന്റെ പേര് പോലും നിശ്ചയിക്കുന്ന തരത്തിലേക്ക് മാണി വിഭാഗം നീങ്ങിക്കഴിഞ്ഞു. അതായത് അത്രത്തോളം കടുത്ത നിലപാടിലാണ് മാണി ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി PC ജോർജിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഉദാരമായ സമീപനം UDF നേതൃത്വത്തിന് തുടരാനാകില്ല. കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പ്രജീഷ്, സജേഷ്, അവിടെ രാഷ്ട്രീയം അങ്ങനെ പോകുമ്പോഴും മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് എടുക്കുന്നത്, കൈക്കൊള്ളുന്നത് തന്ത്രപരമായ ഒരു നിലപാടാണോ? കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അടക്കം സജേഷിലേക്ക് മടങ്ങിയെത്താം. വളരെ തന്ത്രപരമായ ഒരു നിലപാടിലേക്ക് സാഹചര്യങ്ങൾ പോകുമ്പോൾ KM മാണി കടുത്ത നിലപാട് തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഒരു ഡെഡ് ലൈൻ അടക്കം ഇട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് ഉണ്ടാകണം. പാർട്ടി ചെയർമാനാണ് 8 MLA-മാരുടെ യോഗം ചേർന്നുകൊണ്ട് നിലപാടെടുത്തത്. അതിന് അണുവിട മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിർദ്ദേശം തന്നെ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ എന്തായാലും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നു. അതിനുശേഷം എന്തായാലും UDF യോഗം ചേരും. ആ യോഗത്തിന് തുടങ്ങുന്നതിന് വരെ തൽസ്ഥിതി തുടരട്ടെ, ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് PC ജോർജ് തുടരാം തുടങ്ങിയ ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് മാണി കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. MR സജേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. സജേഷ്, വളരെ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ PC ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കനായ PR കുട്ടപ്പൻ നായർ അവരുകളെ സ്വാഗതം ആശംസിച്ച ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി V പൊന്നമ്മ, എൻ്റെ ഒരു സഹോദര തുല്യമായി ഞാൻ കണക്കാക്കുന്ന, പഴയ കാലം മുതൽ വളരെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹമുള്ള, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട PK കുമാരൻ ex-MLA അവരുകളെ, നമ്മുടെ സ്മരണീയ പത്രാധിപ സമിതിയുടെ എഡിറ്ററായി സേവനം ചെയ്ത അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ റോബിൻ പീറ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ ഓമല്ലൂർ, സ്നേഹമുള്ള J ഇന്ദിരാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, നമ്മുടെ പള്ളിയുടെ അഭിനന്ദനായ EK മാത്യൂസ് കോർ എപ്പിസ്കോപ്പ, ജനറൽ കൺവീനർ വയനാട് ജനറൽ കൺവീനർ TP ഹരിദാസൻ നായർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ
എന്ത് വില കൊടുത്തും ഇതിന് എത്തണം എന്ന് ഇതിന് വിളിച്ച് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അല്ലാതെ ഇന്ന് തീരുമാനിച്ചതാണ്. കാരണം 500 കൊല്ലത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു കാർഷിക കൂട്ടായ്മയാണ് ഓമല്ലൂരിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ആ കാർഷിക കൂട്ടായ്മയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കർഷക വർഗത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന വിശ്വാസമാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് വളരെ വിനയപരിസരം അറിയിക്കട്ടെ. നമ്മുടെ പ്രിയങ്കനായ പഞ്ചായത്ത് പ്രസിഡന്റ് 5 കൊല്ലവും പ്രസിഡൻ്റാണെന്ന് എനിക്കില്ല അത്ഭുതം തോന്നുന്നില്ല. ഇത്രയും മാന്യനായ വ്യക്തിയാണ് അദ്ദേഹം എന്നെനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയും. കമ്മ്യൂണിസ്റ്റുകാരന് സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഫോണിലൂടെയുള്ള വിളി കേട്ടപ്പോൾ വരാൻ ഞാൻ തീരുമാനിച്ചത്. അതാണ്, അത്ര മാന്യതയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എനിക്ക് മനസ്സിലായത്. ഞാനിവിടെ 2 വാക്ക് സംസാരിക്കണം നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തിരിക്കുന്ന സഹോദരിമാർ വീട്ടിൽ പോയി കഞ്ഞി വെച്ച് പിള്ളേർക്ക് കൊടുക്കേണ്ട സഹോദരിമാരാണ്. അവരും താമസിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഞാനാണ് കാരണക്കാരൻ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ബഹുമാനപ്പെട്ട കുട്ടപ്പൻ നായർ ഇവിടെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ടുകൊണ്ട് ചീഫ് വിപ്പെന്ന് മാറി വെറും PC ജോർജായിട്ട് വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കര നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി തക്കാലം ആ കൈയുള്ള സാധനം വെച്ചോണ്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് ചുമന്നുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത്. അതെൻ്റെ ഉണ്ട്. അത് എപ്പോൾ വേണേലും എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു ഇവിടെ പറയാൻ പ്രസക്തിയുള്ളൊരു കാര്യമല്ലെന്നറിയാം. എപ്പോൾ വേണമെങ്കിലും ആർക്ക് കൊടുക്കണമെന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞാൽ മതി, അപ്പോഴേ അത് ഞാൻ മാറിക്കൊടുത്തേക്കാം. പോരെ, ഇത് ഒരു മടിയില്ല. ആ സ്ഥാനം വലിയൊരു ഭാരമായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ വല്ലൊരു ഇതിനു മുമ്പ് ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സത്യം പറ. ഏതായാലും ഞാൻ വന്നതിന് ശേഷമല്ലേ അതൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങളറിഞ്ഞു. അപ്പോൾ അതിനൊരു ചെറിയ മഹത്വം ഉണ്ടില്ലേ? നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് ഈ ചീഫ് വിപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതുകൂടെ ഒന്ന് ചോദിക്കാണ്. വിപ്പ് ചേട്ടാ, അതിൻ്റെ മലയാളം വാക്ക് എന്താണെന്നറിയാമോ? ചാട്ട. അതാ രസം. ചാട്ട, കാളക്കിട്ട് കൊടുക്കുന്ന ചാട്ട കൊണ്ടാണ് അടി കൊടുക്കുന്നത്. അതിപ്പോൾ ഈ നമ്മുടെ നെൽവയൽ ഈ വയൽ വാണിഭവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് വിപ്പിന്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചാട്ട എന്ന് പറയും, ഈ ചാട്ട കൊണ്ട് അടിക്കുക എന്നുള്ളതാണ്. ഈ വിപ്പെന്ന് പറഞ്ഞാൽ, വിപ്പെന്ന് പറഞ്ഞാൽ ചാട്ടയാണ്. വിപ്പെന്ന് പറഞ്ഞാൽ മുഖ്യ ചാട്ടക്കാരൻ. ഇതാണ് മനസ്സിലായോ? മുഖ്യ ചാട്ടക്കാരൻ. അതായത് ഒത്തിരി വിപ്പുമാരുണ്ടാവും, അവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചാടിക്കുന്ന ആളാണ് ചീഫ് വിപ്പ്. അതാണ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ത്യൻ ഡെമോക്രസി, പാർലമെൻ്ററി ഡെമോക്രസിയിൽ വിപ്പുമാരുടെ പ്രസക്തി വളരെ വലുതാണ്. നിയമസഭയിൽ വിപ്പുമാരുടെ ജോലിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ പോലും ഇത് വന്നിരുന്നില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ആദ്യമായി വിപ്പ് ഉണ്ടായത്. അവിടെ രാജ്യസഭ അല്ല ലോകസഭ പ്രഭുസഭയൊക്കെയാണ്. അവിടെ പ്രഭുക്കന്മാർക്കൊന്നും വന്ന് നല്ല നേരത്ത് വന്ന് ഈ സഭ വരത്തില്ല, വോട്ട് ചെയ്യാൻ ഒരെണ്ണം വരത്തില്ല. തൊട്ടടുത്ത് ബാർ വരെയാണ് ഉള്ളത്. ഇവിടെ അതില്ല, ദീപാവലി അവിടെ അതുവരെയുണ്ട്. അപ്പോൾ അതിലെ നടക്കുമ്പോൾ വിപ്പമാർ ആരും വോട്ട് ചെയ്യാൻ വരാതിരുന്നപ്പോൾ അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചു വിപ്പുമാരെ വെക്കാൻ. അങ്ങനെ ചാട്ട, അതുകൊണ്ട് ഈ ചാട്ട എന്ന് പേര് വരാൻ കാരണം. അങ്ങനെയാണ് ചീഫ് വിപ്പ് ഉണ്ടായത്. ഇവിടെ പിന്നെ ഈ ചാട്ടയുടെ ആവശ്യമില്ല. നമ്മുടെ MLA-മാരെല്ലാം വളരെ മാന്യന്മാരാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ സ്ട്രോങ് ആയിട്ട് വർത്താനം പറ. അപ്പോൾ വളരെ മാന്യന്മാരാണ്. വിപ്പ് കൊടുക്കാതെ തന്നെ വിപ്പ് കിട്ടിയതുപോലെ MLA-മാരെല്ലാം വോട്ട് ചെയ്യാൻ വരാറുണ്ട്. ആകപ്പാടെ ഈയിടെ കഴിഞ്ഞ 13-ാം തീയതി ഒരു ഇച്ചിപ്പണി ഉണ്ടായെന്നേ ഉള്ളൂ. ബാക്കി അവർക്കത് പ്രത്യേക സാഹചര്യം, രാഷ്ട്രീയമാണ്. ഞാനതിലെ ഒരു കക്ഷിയല്ല, ഇടപെടുന്നുമില്ല.
അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ രാഷ്ട്രീയമോ അതിവിടെ പറയുന്ന മര്യാദയുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ പറയുന്നു, നിയമസഭയിൽ പ്രത്യേകിച്ച് നിയമസഭയിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഉൾപ്പെടെ എന്നെ മാറ്റി നിർത്തുന്നത് ഞങ്ങൾ MLA-മാർ അല്പം കൂടി ആത്മസംയമനം പാലിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരു സത്യം ഞാനിവിടെ പറയാം, ചില സാഹചര്യങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഭയിൽ വെച്ചുണ്ടാവുന്ന വികാരങ്ങൾ ചിലപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയേക്കാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിജയകുമാർ സ്പീക്കറായിരുന്നപ്പോഴാണ് ഇതുപോലെ സഭയിലൊരു കാര്യം ഞാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ സംഘർഷമായി. പല പ്രാവശ്യം പറഞ്ഞിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് വരുന്നില്ല. എന്നെ ഇരുത്താനുള്ള നീക്കം, ഞാൻ ഇരിക്കാൻ സൗകര്യമില്ലാന്ന് തീരുമാനിച്ചു. എന്നെ ഡിസ്മിസ് ചെയ്താലും വേണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഇത് പറയാൻ പറ്റാതെ ഇതിന് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയിട്ട് കാര്യമില്ല എന്ന ചിന്ത വന്നു. ഞാൻ കൈ വലിച്ചടിച്ചു. അപ്പം മൈക്കിൻ്റെ ആ ഹെഡ് തെറിച്ചങ്ങ് പോയി. ഞാൻ വിചാരിച്ചു വല്ലതും 10,000 രൂപ കാണുമല്ലോ, കൊടുത്തേക്കാമെന്ന് ഞാൻ സ്പീക്കറോട് പറഞ്ഞു. അതൊരു ഇഷ്യൂ ആയി. സ്പീക്കർ സ്നേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ നഷ്ടപ്പെടുന്നത് കാശ് തരണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ പിന്നെ സ്പീക്കർ ഒരു പൈസയും വേണ്ട, മേലിൽ ഇങ്ങനെ അടിച്ച് പറിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വില 70,000 രൂപയാണ്. വലിയ ദുഃഖം തോന്നി. പക്ഷെ ഒരു വികാര പ്രകടനമായി. ഞാനത് പറയാൻ കാരണം, അതുപോലെ ചില പ്രാദേശികമായ പ്രശ്നങ്ങളോ പൊതുവായ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ജനപ്രതിനിധികൾ അവരുടെ മാനസികമായ നിലയുടെ അടിസ്ഥാനത്തിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചേക്കാം. പക്ഷേ എങ്കിലും കഴിയുന്നത്ര നിയമസഭയെ കഴിയുന്നത്ര സംഘർഷഭരിതമാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് മാത്രമേ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ ഞങ്ങൾ MLA-മാരെ കാണുമ്പോൾ ചേടാ എന്താണ് എന്ന് ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസം മാത്രമാണ് ആകെ ചർച്ച നടന്നത്. ആ ചർച്ച ഗവർണർ നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയമായിരുന്നു. 29 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് കിട്ടി. സാധാരണ 10 മിനിറ്റ് കിട്ടേണ്ട. നന്ദി പ്രമേയം അവതരിപ്പിച്ച ആൾ 20 മിനിറ്റ് സംസാരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ അബ്ദുൾ സമദാനിയാണ്. അതിൽ കൂടുതൽ സമയം ഞാൻ സംസാരിക്കുന്നത് ധാർമ്മിക മര്യാദയാണ്. ഞാനതുകൊണ്ട് 19 മിനിറ്റാക്കി ചുരുക്കി. ആ 19 മിനിറ്റിൽ 15 മിനിറ്റ് നേരം കാർഷിക മേഖലയെപ്പറ്റി മാത്രമാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ റബ്ബറിൻ്റെ വിലയിൽ ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ഇങ്ങോട്ട് പറയാനുള്ളൂ. എനിക്ക് ഇവിടെ വരണം നിർബന്ധമായും ആഗ്രഹം തോന്നാൻ കാരണവും മറ്റൊന്നല്ല, 500 വർഷമായി ഈ വയൽ വാണിഭത്തെ തങ്ങളുടെ മഹത്തായ ഒരു ചരിത്രമായി കൊണ്ടുനടക്കാൻ ഈ ഓമലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പർമാരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നുള്ള സന്തോഷമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അല്ലാതെ ഒരു രാഷ്ട്രീയം എനിക്കിതിനകത്തില്ല. ഞാൻ ചോദിച്ച അദ്ദേഹത്തോട് ഏതാണ് രാഷ്ട്രീയം, അദ്ദേഹം ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു. 10 കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാ ഇതൊക്കെ രസം. പത്തനംതിട്ട ഓമല്ലൂരിൽ കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു PC ജോർജ്.